നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷവുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് നവംബർ 19 ചൊവ്വ 2024 വാർത്തകളിലേക്ക്. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറയിലുള്ള സ്പേസ് കോംപ്ലക്സ് 40 നിന്ന് ഇന്ന് പുലർച്ചെ 12:01 വിക്ഷേപണം. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റ് നൽകുന്നതിനും GSAT-20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. മുനമ്പം വിഷയത്തിൽ സുപ്രധാന നീക്കവുമായി മുസ്ലിം ലീഗ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ കൊച്ചിയിലെത്തി ലത്തീൻ സഭ മൈത്രൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പം തർക്കത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാർ വേഗം തീർക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളപ്പറമ്പിലുമായി ചർച്ച നടത്തിയത്. മുനമ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. നിർദ്ദേശം മുഖ്യമന്ത്രി അറിയിക്കാനും ചർച്ചയിൽ തീരുമാനമായി. മുനമ്പം ഒരു നോവിൽ തീരമാകാതെ പരിഹരിക്കാൻ എല്ലാവരുടെയും ഉപേക്ഷയില്ലാത്ത പിന്തുണ ഉണ്ടാകും എന്നത് തീർച്ചയാണെന്നും അതിന് മുന്നിട്ടിറങ്ങുക ബാധ്യത ഇനിയും വൈകാതെ സർക്കാർ ഏറ്റെടുക്കണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുനമ്പം വിഷയത്തിൽ ലത്തീൻ മൈത്രാൻ സമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സർക്കാർ ഇടപെട്ട് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകണമെന്ന യോജിച്ച തീരുമാനമാണ് ചർച്ചയിലുണ്ടായെന്നും മതമൈത്രി സംരക്ഷിക്കപ്പെടണമെന്നും അഭിലാഷം യോഗത്തിലുടനീളം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രകടിപ്പിച്ചുവെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചർച്ച കഴിഞ്ഞു പുറത്തിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണം. നാളെ പാലക്കാടൻ ജനത തങ്ങളുടെ വിധിയെഴുതും. ഇന്നലെ വൈകിട്ട് 4 BJPയുടെ UDFന്റെയും LDFന്റെയും റോഡ് ഷോ ആരംഭിച്ചു. സരണിന് വേണ്ടി മന്ത്രി MP രാജേഷും ജില്ലാ സെക്രട്ടറിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടൻ രമേശ് പിഷാരടി, മുനവറലി തങ്ങൾ, സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും, C കൃഷ്ണകുമാറിന് വേണ്ടി K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. പരസ്യപ്രചരണത്തിന്റെ സമയപരിധി അവസാനിച്ചോടെ എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. നിശബ്ദ പ്രചരണം മാത്രം അനുവദനീയമായ സമയപരിധിയിൽ നിയമവിരുദ്ധമായ ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും ഉച്ചഭാഷകൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നവംബർ 20 വേതനത്തോടു കൂടിയുള്ള അവധി പ്രഖ്യാപിച്ചുള്ള സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് വേതനത്തോടു കൂടിയ അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ സഫ്നാൻ നസുദ്ദീൻ അറിയിച്ചു. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടു കൂടിയ മതിയായ അവധി തൊഴിലുടമ ഉറപ്പാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി വിമർശനത്തെ ശരിവെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് അംഗീകരിക്കാനില്ലെന്നും ലീഗ് ശ്രമം മതവികാരം ആളിക്കത്തിക്കാനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് മുഖ്യമന്ത്രി സാദിഖ് അലി തങ്ങളെ വിമർശിച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിമർശിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പാണക്കാട് തങ്ങൾ വിമർശനാതീതമാണെന്ന് പറയാനാവില്ലെന്നും ഗാന്ധിയെയും യേശുവിനെയും ക്രിസ്തുവിനെയും ശ്രീരാമനെയും മോദിയുമെല്ലാം വിമർശിക്കുന്നതില്ലേ എന്നും ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയവരാണ്ടതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമായി ഇത്രയും കാലം സഖ്യമുണ്ടാക്കിയ CPM ആണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന് വർഗീയ അജണ്ടയില്ല, വർഗീയ ചേർതിരിവ് ഉണ്ടാക്കുന്നത് ആരാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. CPM കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റും. ലീഗിനെ വർഗീയ ശക്തികളാക്കാൻ നോക്കുന്നവർ മോശമാവുകയുള്ളൂ. സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. വർഗീയത പരത്താൻ ശ്രമിക്കുന്ന ആരാണെന്ന് മുൻപ് വിഷയത്തിൽ പോലും കണ്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സന്ദീപ് വാര്യർ, പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ പോയപ്പോൾ തനിക്ക് ലഭിച്ച സ്വീകരണം മുഖ്യമന്ത്രി ഇങ്ങനെ വിരളി പിടിപ്പിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകില്ലെന്നും കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപകരമായിട്ട് സംസാരിക്കുന്നതും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് ചേർന്നാണോ ഇതെന്നും ആ കുടുംബത്തെ ആക്ഷേപിക്കുന്ന ഒരിക്കലും മലയാളികൾ അംഗീകരിക്കരുതെന്നും സന്ദീപ് വ്യക്തമാക്കി. മതത്തെ രാഷ്ട്രീയത്തിൽ കടത്താൻ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുള്ള കുടിലതന്ത്രമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ച നിലയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയമായ കാര്യങ്ങൾ കേൾക്കുക എന്നത് ജനാധിപത്യ മര്യാദയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലീഗിനെ വിമർശിച്ച മന്ത്രി സജി ചെറിയാൻ, മുസ്ലിം ലീഗിൽ ഒരു ഭാഗം തീവ്ര ചിന്താഗതിക്കാരുമായി സഹകരിക്കുന്നുവെന്നും ഇതിൽ മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞോ അറിയാതെ വീഴുന്നുവെന്നുമാണ് സജി ചെറിയാന്റെ വിമർശനം. SDPIയും ജമാഅത്ത് ഇസ്ലാമിയും തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും അവരെ അകറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ പുനരുപയോഗിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. അമ്മു വീണ മരിച്ച ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിരുന്നു. ക്ലാസ്സിൽ വന്നയുടൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടിയെന്നാണ് ഹോസ്റ്റൽ വാർഡനടക്കം മൊഴി നൽകിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചുട്ടിപ്പാറ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് താഴെ വെട്ടിപ്പുറത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത്. പമ്പയിൽ KSRTC ബസ് കത്തിനശിച്ച സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2025 വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള ബസ്സാണ് കത്തിനശിച്ചതെന്ന് KSRTC കോടതിയെ അറിയിച്ചു. അപകടം സംഭവിച്ചത് എങ്ങനെയെന്ന് സംബന്ധിച്ച് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ ദർശനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഒരുക്കിയ ദേവസ്വം ബോർഡ് അറിയിച്ചു. പമ്പയിൽ, മണപ്പുറം, എരുമേലി, വണ്ടിപ്പെരിയാർ, സത്രം എന്നിവിടങ്ങളിലാണ് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളത്. ആധാർ കാർഡുമായി ഈ കേന്ദ്രങ്ങളിലെത്തിയാൽ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് വെർച്വൽ ക്യൂവിന്റെ അതേ നടപടിക്രമങ്ങളിലൂടെ ബുക്കിംഗ് നടത്തി ഭക്തരെ കയറ്റിവിടുകയാണ് ചെയ്യുക. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട TDF ഇന്നലെ നടത്തിയ സമരത്തെ തള്ളി ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ. ഇന്നലെ മുതൽ ശമ്പളം കൊടുക്കുമെന്ന് TDFന് അറിയാമായിരുന്നിട്ടും സമരം നടത്തിയെന്നും ഇത് തെറ്റായിപ്പോയെന്നും KV ഗണേഷ് കുമാർ പറഞ്ഞു. റിമാൻഡിൽ കഴിയുന്ന കുർവ സംഘാംഗം സന്തോഷ് സെൽവത്തിനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകി. ഇയാൾക്കൊപ്പം കുണ്ടനിൽ നിന്ന് പിടികൂടിയ തമിഴ്നാട് സ്വദേശി മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റ് പ്രതികൾക്കായി വിപുലമായ അന്വേഷണം ഒരുങ്ങുകയാണ് സ്പെഷ്യൽ സ്ക്വാഡ്. തൊഴിലിടങ്ങളിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. തൊഴിൽ ഉടമകളും ബന്ധപ്പെട്ട അധികാരികളും സർക്കാർ സംവിധാനമടക്കം തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാണോ എന്ന പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ മുമ്പാകെ വരുന്ന പരാതികളുടെ ആധിക്യം ബോധ്യപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഇടുക്കിയിൽ ചന്ദനക്കട സംഘത്തിലെ പ്രധാനകൾ പിടിയിൽ. നെടുങ്കണ്ടം സന്യാസി ഓടത്തിൽ ചന്ദനമരം ചെറുകഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തുടർ അന്വേഷണത്തിലാണ് 5 പേർ പിടിയിലായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റർ കൊച്ചിയിൽ. അമേരിക്ക ആസ്ഥാനമായ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജി ദാതാക്കളായ നാഷണൽ ഓയിൽ വെൽ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റർ കേരളത്തിൽ ആരംഭിച്ചതായി മന്ത്രി P. രാജീവാണ് അറിയിച്ചത്. മണിപ്പൂരിൽ സംഘർഷം തുടർന്നതിനെ കൂടുതൽ കേന്ദ്രസേനയെ സംസ്ഥാനത്തേക്ക് അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 5000 പേരെയാണ് കേന്ദ്രം മണിപ്പൂരിലേക്ക് അയച്ചത്. മണിപ്പൂർ പോലീസിൽ നിന്ന് 3 പ്രധാന കേസുകൾ ഏറ്റെടുത്ത് NIA. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഉൾപ്പെടെ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും കൊലപ്പെടുത്തിയ കേസ്. CRPF ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കം ജനപ്രതിനിധികളുടെയും വസതികൾക്ക് നേരെ നടന്ന ആക്രമണമാണ് NIAയുടെ അന്വേഷണ പരിധിയിലുള്ളത്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. മണിപ്പൂർ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെ രാഷ്ട്രീയ പരിഹാരം കാണണമെന്നും മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃപരിശോധിക്കണമെന്നും CPM പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലും നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ കണക്കിൽപ്പെടാതെ 12.41 കോടി രൂപ കണ്ടെടുത്തുവെന്ന് ED അറിയിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. വൻ തുക സമ്മാനം നേടിയ ടിക്കറ്റുകൾ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇത് ഖജാവിന് കനത്ത നഷ്ടമുണ്ടാക്കിയെന്നും ED കണ്ടെത്തി. ഹൈദരാബാദിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ 19,000 ലിറ്റർ ഗുണനിലവാരമില്ലാത്ത കുപ്പിവെള്ളം പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാനും തുടർന്നാണ് ഹൈദരാബാദിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത കുപ്പിവെള്ളം പിടിച്ചെടുത്തത്. തമിഴ്നാട് തൂത്തുക്കുടിയിൽ പാപ്പാനെ അടക്കം 2 പേരെ ക്ഷേത്രത്തിലെ ആന ചവിട്ടിക്കൊന്നു. EDയുടെയും CBIയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല താൻ BJPയിൽ ചേർന്നതെന്ന് മുൻ ആദ്മി പാർട്ടി നേതാവ് കൈലാസ് ഗെഹ്ലോട്ട്. വന്ദേഭാരത ട്രെയിനിൽ വിളമ്പിയ സാമ്പാറിൽ പ്രാണികളെ കണ്ടെത്തിയെന്ന് പരാതി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലിന് പിന്നാലെ റെയിൽവേ ഭക്ഷണ വിതരണക്കാരന് പിഴ ചുമത്തി. 50,000 രൂപയാണ് പിഴ ചുമത്തിയത്. ഇന്ത്യൻ റെയിൽവേക്കെതിരെ കടുത്ത വിമർശനമായി BJP നേതാവ്. ശനിയാഴ്ച രാത്രി 9 മണിക്ക് പുറപ്പെട്ടിരുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ ബാംഗ്ലൂർ രാജധാനി എക്സ്പ്രസ് വൈകിയതിലാണ് BJP നേതാവും മുൻ IPS ഓഫീസറുമായ ഭാസ്കർ റാവുവിന്റെ കടുത്ത വിമർശനം ഉയർന്നത്. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും NCP നേതാവുമായ അനിൽ ദേശ്മുഖ് നാഗ്പൂരിൽ ആക്രമിക്കപ്പെട്ടു. കുപ്രസിദ്ധ അധോലോക നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൽമോൻ ബിഷ്ണോയി US-ൽ അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ. 50-കാരനായ അൽമോൻ തിങ്കളാഴ്ച വൈകിട്ട് അറസ്റ്റിലായതാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപത്തു നിന്ന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 മീൻപിടുത്തക്കാരെ സാഹസികമായി തിരികെ എത്തിച്ച് കോസ്റ്റ് ഗാർഡ്. US പ്രസിഡന്റ് ജോ ബൈഡൻ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.